മലപ്പുറം എടവണ്ണപ്പാറയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയെ ചാലിയാർ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച കുടുംബം. 17-കാരിയായ പെൺകുട്ടിയെ കരാട്ടെ പരിശീലകൻ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായാണ് ആരോപണം. ജീവനൊടുക്കിയെന്ന് കരുതാവുന്ന അവസ്ഥയിലല്ല മൃതദേഹം കണ്ടെത്തിയതെന്നാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും പറയുന്നത്. ആരോപണ വിധേയനായ കരാട്ടെ അധ്യാപകൻ നേരത്തെ പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്നുവെന്നും വിവരമുണ്ട്. കരാട്ടെ അധ്യാപകനെതിരെ പോക്സോ കേസ് നൽകാനിരിക്കെയാണ് പെൺകുട്ടിയെ ദുരൂഹ സാഹചര്യത്തിൽ ചാലിയാറിൽ മുങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് കുടുംബം പറയുന്നത്. പെൺകുട്ടി ആത്മഹത്യ ചെയ്യില്ലെന്ന് കുടുംബാംഗങ്ങൾ. 23 സെപ്റ്റംബർ 15 ഈ പറഞ്ഞ അധ്യാപകൻ കരാത്തെ ക്ലാസ്സിൽ വെച്ചിട്ട് അവളെ ശാരീരികമായി പീഡിപ്പിച്ചു. ഈ ഇൻസിഡൻ്റാണ് ഞാൻ എൻ്റെ ചെവിയിൽ ഇവള് പറഞ്ഞിട്ട് അറിയുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി അനിയത്തി വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്നു. ഗുരുവിടെ തൃപ്തിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മനസ്സും ശരീരവും കൊടുക്കണം എന്നുള്ള തോന്നൽ അത് സാറ് മക്കളെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നു. അവിടുത്തെ ഓരോ കുട്ടിയെയും സാറ് നിന്നെ തൊട്ടാലോ നിന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ സാറ് പറയിപ്പിക്കുമായിരുന്നു, ലിറ്ററലി പറയിപ്പിക്കുമായിരുന്നു. പ്രതി മറ്റു പെൺകുട്ടികളെയും പീഡിപ്പിച്ചിരുന്നതായാണ് ആരോപണം. പീഡനത്തെക്കുറിച്ച് ഇയാളോട് ചോദിച്ചപ്പോൾ ആദ്യം ഒഴിഞ്ഞുമാറിയെങ്കിലും പിന്നീട് തെറ്റുപറ്റിപ്പോയെന്ന് ഏറ്റുപറഞ്ഞതായും കുട്ടിയുടെ സഹോദരിമാർ പറയുന്നു. പിന്നെ ഞങ്ങൾ 2023 സെപ്റ്റംബറിന് ശേഷം കുട്ടിയുടെ മാനസികാവസ്ഥ വളരെ മോശമാവുന്നു. ഞാൻ സാറോട് പോയി സംസാരിക്കുന്നു. സാർ അതിൽ കുറ്റസമ്മതം നടത്തി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കൂ എന്ന് പറയുന്നു. അപ്പം ഞാൻ സാറിനോട് പറയുന്നു, ഒരു ക്ഷമാപണത്തിൽ ഒതുങ്ങുന്നതല്ല സാർ എൻ്റെ അനിയത്തിയോട് ചെയ്തത്. സാറ് നടത്തുന്നത് ഇമോഷണൽ മാനിപ്പുലേഷനാണ്. ഒരു കുട്ടിയല്ല, ഒരുപാട് കുട്ടികളെയാണ് സാർ ഇങ്ങനെ നിരന്തരമായി മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുന്നത്. ആരോപണ വിധേയനായ കരാട്ടെ അധ്യാപകൻ ഒരു പോക്സോ കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിട്ടുള്ളതായാണ് വിവരം. താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് പെൺകുട്ടി കോഴിക്കോട്ടെ ശിശുക്ഷേമ ഓഫീസിലേക്ക് പരാതി അയച്ചിരുന്നു. ഇത് കൊണ്ടോട്ടി പോലീസിന് കൈമാറിയതിനെ തുടർന്ന് അവർ മൊഴിയെടുക്കാൻ വന്നെങ്കിലും കുട്ടി സംസാരിക്കാവുന്ന അവസ്ഥയിലായിരുന്നില്ല. ഇതിനിടെയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് പെൺകുട്ടിയെ കാണാതായത്. ജീവനൊടുക്കിയെന്ന് കരുതാവുന്ന അവസ്ഥയിലല്ല മൃതദേഹം കണ്ടെത്തിയതെന്നാണ് കുടുംബാംഗങ്ങളും നാട്ടുകാരും പറയുന്നത്. ന്യൂസ് 18 മലപ്പുറം.